നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 455 455. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 3-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് തുടങ്ങേണ്ടത്. ശ്രീശുക ഉവാച നാഭിരപ്പത്യകാമോ പ്രജയ അപ്രജയാ മേരുദേവ്യാ ഭഗവന്തം യജ്ഞപുരുഷം അവഹിത ആത്മ അയജത. ഈ ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ സന്താനത്തെ ആഗ്രഹിക്കുന്ന നാഭി എന്ന വിദ്വാൻ സന്താനഹീനയായ മേരുദേവിയോടുകൂടി ഉറപ്പിച്ച മനസ്സോടുകൂടിയവനായിട്ട് ഭഗവാനായ യജ്ഞപുരുഷനെ യജിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ പൂർവ്വ അധ്യായങ്ങളിൽ പറയുണ്ടായി ആരാണ് നാഭി ആരുടെ മകനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ പറയുമ്പോഴാണ് അതറിഞ്ഞാലേ നമുക്ക് ഈ കഥയുടെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. അപ്പോൾ ശ്രീ ശുഗമുനി അരുൾ ചെയ്തു, അഗ്നീന്ദ്രപുത്രനായ നാഭിയുടെ യശസ്സിനെ വിവരിക്കുന്നതാണ് ഈ 3-ാം അധ്യായത്തിലെ വിഷയം. അഗ്നീന്ദ്രൻ്റെ മൂത്തപുത്രനായ നാഭിക്ക് മേരുദേവിയിൽ സന്താനം ഉത്ഭവിക്കാതിരുന്നപ്പോൾ പ്രജാഹീനരായ ദമ്പതിമാർ സന്താനാഗ്രഹങ്ങളായിട്ട് ഭഗവാനായ യജ്ഞപുരുഷനെ സാവധാനത്തിൽ പൂജിച്ചു. സാവധാനത്തിൽ പൂജിച്ചു എന്ന് പറഞ്ഞാൽ ധൃതിയില്ലാതെ കണ്ട യഥാവിധി ശ്രദ്ധയോടുകൂടി എന്നൊക്കെ പറയും. അപ്പോൾ ശരിക്ക് വിവാഹം കഴിഞ്ഞ് അനപത്യ ദുഃഖം അനുഭവിക്കുന്നവർ ഈ ശ്ലോകം ഉരുവിടുന്നത് നല്ലതാണ്. അറിഞ്ഞ് ഉരുവിടണം. എന്താ അതിൻ്റെ അർത്ഥതലങ്ങൾ, എന്താ ഭഗവാൻ ആരാണ്, യഥാവിധിയാണോ നമ്മുടെ പ്രാർത്ഥന എന്നൊക്കെ അറിയണം. അതെങ്ങനെയാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തസ്യഹവാ ശ്രദ്ധയാ വിശുദ്ധഭാവേന യജത പ്രവർഗേഷു പ്രചരൽസു ദക്ഷിണാവിധാനയോഗോപപത്യാ ദുരധിഗമോ അഭി ഭഗവാൻ ഭഗവതവാത്സല്യതയാ സുപ്രതീക ആത്മാനം അപരാജിതം നിജജനാഭിപ്രേത അർത്ഥവിദൽസയാ ഗൃഹീതഹൃദയോ ഹൃദയംഗമം മനോനയന ആനന്ദ അവയവാഭിരാമം ആവിശ്ചകാര. ഇതാണ് ശ്ലോകം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എന്താ, വാക്കാർത്ഥം എന്താ? വിശ്വാസത്തോടും ആശയവിശുദ്ധിയോടും, ശ്രദ്ധയാന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടും ആശയവിശുദ്ധിയോടും, പക്ഷേ നിഷ്കാമകർമ്മമാണ് ചെയ്യേണ്ടത്, അതാദ്യം മനസ്സിലാക്കും വേണം. യജിക്കുന്ന അവൻ്റെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദ്രവ്യം, ദേശം, കാലം, മന്ത്രം, ഋത്തിക്കുകൾ, ദക്ഷിണകൾ, വിധാനം, യോഗം എന്നിവയുടെ സമ്പത്തി കൊണ്ട് പ്രാപ്യനല്ലെന്നിരിക്കലും, കുട്ടി ഉണ്ടാവാൻ പ്രാപ്യനല്ലെന്നിരിക്കലും ഈശ്വരൻ ഭക്തനിലുള്ള വാത്സല്യത്താൽ സ്വജനത്തിൻ്റെ അഭീഷ്ടകാര്യത്തെ സാധിപ്പിക്കണം എന്നുള്ള ഇച്ഛയാൽ വശീകരിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവനായിട്ട് മനോഹര രൂപത്തോടു കൂടിയവനായി ആരാലും ജയിക്കപ്പെടുവാൻ കഴിയാത്തതും, ഈശ്വരൻ്റെ ഒരു വാക്കാണ് അപരാജിതൻ, ആരാലും തോൽപ്പിക്കപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ ജയിക്കപ്പെടുവാൻ കഴിയാത്തതും സ്വരൂപത്തെ
മനസ്സിനും നയനങ്ങൾക്കും ആനന്ദത്തെ ജനിപ്പിക്കുന്ന അവയവങ്ങളാൽ മനോഹരവും ഹൃദയത്തിൽ പ്രവേശിക്കുന്നതുമാക്കിയിട്ട് പ്രത്യക്ഷനായി. എടുത്ത പൊന്തില്ല കേട്ടോ ഈ ശ്ലോകം, സത്യം. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. ഭഗവാന്റെ അനുഗ്രഹമുണ്ടായാൽ എല്ലാം സാധിക്കും. അപ്പോൾ കുട്ടി ഉണ്ടായില്ല, വീടായിട്ടില്ല, വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ടില്ല. എന്തോ മുൻജന്മ ദുരിതങ്ങളുണ്ട്. അപ്പോൾ ഈ ജന്മം അറിഞ്ഞുകൊണ്ട് ദുരിതങ്ങൾ ചെയ്യാണ്ട് സത്കർമ്മ നിരതന്മാരായിട്ട് ഭഗവാനെ സന്തോഷിപ്പിക്കുക, ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്ന കാര്യമൊക്കെ നടക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് എന്നുള്ള വിശ്വാസത്തോടും സർവോത്തമൻ ശ്രീ നാരായണൻ തന്നെ എന്നുള്ള ഭാവത്തോടും ഭാഗവതം പഠിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെയും ഇവിടെയൊന്നും പോയി വഴിപാട് ചെയ്യരുത്. ഭഗവാൻ ഉത്തമൻ നാരായണനാണെന്ന് മനസ്സിലാക്കുന്ന വേണം. പിന്നെ ഒരു ഭദ്രകാളിക്കൊരു പൂജയൊന്നും വേണ്ട. ഞാൻ ഭദ്രകാളിക്ക് അഗേൻസ്റ്റ് അല്ല കേട്ടോ, ഇനി അതും വേണമല്ലോ പറയാം. അപ്പോൾ ഇവിടെ സർവോത്തമൻ ഭഗവാനാണ് എന്നുള്ള ധാരണ വന്നാൽ അവർക്ക് ജീവിതം വളരെയധികം ആയാസമായിത്തീരും, പ്രയാസമില്ലാണ്ടാവും. അപ്പോൾ ശ്രീ നാരായണൻ തന്നെ എന്നുള്ള ഭാവത്തോടും കൂടി ഭഗവത് ആരാധനാരൂപമായ കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നു. ദ്രവ്യദേശകാല മന്ത്രാദികൾ കൊണ്ട് ഭഗവാനെ പ്രാപിപ്പാൻ കഴിയില്ല എങ്കിലും, അവിടെ എങ്കിലുണ്ട്, എങ്കിലും ഭഗവാൻ തന്നെ ഭക്തവാത്സല്യം നിമിത്തം ഭക്തജന മനോരഥത്തെ സാധിപ്പിക്കണമെന്നുള്ള ഇച്ഛയെ സ്വീകരിച്ചതിനാൽ ഭക്തഹൃദയത്തെയും നേത്രങ്ങളെയും ആനന്ദിപ്പിക്കുന്നതിന് സമർത്ഥങ്ങളായ അവയവങ്ങളോടുകൂടിയ സ്വരൂപത്തെ ഹൃദയംഗമമായി വരത്തക്ക വിധത്തിൽ പ്രത്യക്ഷമാക്കി ആർക്കും അധീനനല്ലാതെ സ്വതന്ത്രനാണെങ്കിലും ഭക്തിയെ ആദരിക്കുന്ന ഭഗവാൻ ഭക്തവാഞ്ചിതങ്ങളെ നൽകുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ശ്ലോകം എന്താ പറയുന്നത്? അധഹതാം ആവിഷ്കൃത ഭുജകയുഗളദ്വയം ഹിരൺമയം പുരുഷവിശേഷം കപിശ കൗശേയാംബരധരം മുരസി വിലസൽ ശ്രീവത്സലലാമം ധരവര വനരുഹ വനമാല ശൂര്യമൃതമണി ഗദാതിഭൂര പലക്ഷിതം വിരുപലക്ഷിതം സ്ഫുടകിരണ പ്രവരമുകുടകുണ്ഡലക്കടകടിസൂത്ര ഹാരകേയൂരനൂപുരാദ്യാംഗഭൂഷണാം വിഭൂഷിതം ഋത്യുക് സദസ്യ ഗൃഹപദയോ അധനാ ഇവോ ഉത്തമധനം ഉപലഭ്യ സ ബഹുമാനം അർഹണേന അവനത ശീർഷാണ ഉപദസ്തു. ഇതാണ് ശ്ലോകം. അപ്പോൾ പറഞ്ഞു, പ്രകാശിക്കപ്പെട്ട 4 കൈകളോടുകൂടിയും തേജോമയനായും പുരുഷോത്തമനായും കപിശങ്ങളായ പട്ടുവസ്ത്രങ്ങളെ ധരിച്ചും, കപിശം എന്ന് പറഞ്ഞാൽ അപ്പോൾ മഞ്ഞപ്പട്ട എന്നുള്ളത് മനസ്സിലാക്കണം. മാറിൽ ശോഭിക്കുന്ന ശ്രീവത്സമാകുന്ന അടയാളത്തോടുകൂടിയും, അടയാളം എന്ന് പറഞ്ഞാൽ ഭൃഗുമഹർഷി ചവിട്ടിയത്, അടയാളത്തോടുകൂടിയും പിന്നെ ശ്രേഷ്ഠമായ ശംഖം, താമര, വനമാല, ചക്രം, കസ്തുഭം, ഗദ എന്നീ ആയുധങ്ങളോടുകൂടിയും, അതിൻ്റെ വനമാല ആയുധമല്ല കേട്ടോ, ഇനി അത് മനസ്സിലാക്കണം. താമരയും ആയുധമല്ല, അതൊക്കെ മനസ്സിലാക്കും വേണം. സ്ഫുടകിരണ അപ്പോൾ കൂടിയും പിന്നെ പറയണു, കിരണങ്ങൾ പ്രസരിക്കുന്ന ശ്രേഷ്ഠമായ കിരീടം, കർണാഭരണങ്ങൾ, കടകം, അരഞ്ഞാൻ, മുത്തുമാലകൾ, തോൾവളകൾ, കാൽച്ചിലമ്പുകൾ മുതലായവ അംഗാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടുമിരിക്കുന്ന ആ ദേവനെ ഋത്വിക്കുകൾ, സദസ്യന്മാർ, ഗൃഹപതി എന്നിവർ ദരിദ്രന്മാർ ഉത്തമധനത്തെ എന്ന പോലെ കണ്ടിട്ട്, അപ്പോൾ ഉത്തമധനം എന്താ? ഈശ്വരനെ മനസ്സുകൊണ്ട് കണ്ട് മനനം ചെയ്യാന്നാണ് പറയുക, അല്ലാണ്ട് ഫോട്ടോ കണ്ടിട്ട് മനനം ചെയ്യല്ല. ഭഗവാന്റെ ആകാരത്തെ വിസ്തരിക്കുന്ന ഈ ശ്ലോകങ്ങളിൽ പറയുന്ന രൂപത്തെ മനസ്സിൽ കണ്ട്
ചാരിതാർത്ഥജനകമായിട്ടുള്ളൊരവസ്ഥയെ പ്രാപിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഉത്തമധനത്തെ എന്ന പോലെ കണ്ടിട്ട് ബഹുമാനത്തോടുകൂടി വിധം അർഘ്യം കൊണ്ട് വെള്ളം കൊണ്ട് അവ നമിപ്പിച്ച ശിരസ്സുകളോടും കൂടിയവരായിട്ട് സ്തുതിച്ചു. അവിടെ സ്തുതിക്കുക, അർത്ഥിക്കല്ല, ഇറക്കല്ല, സ്തുതിക്കുക. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. പ്രത്യക്ഷമായ ഭഗവത് രൂപത്തെ വിവരിക്കുന്നു. 4 കൈകളോടും അവയിൽ ശംഖം, താമരപ്പൂവ്, ചക്രം, ഗദ എന്നീ ആയുധങ്ങളെ പ്രകാശിപ്പിച്ചും മഞ്ഞപ്പട്ട് വസ്ത്രങ്ങൾ ഉടുത്തും ഉത്തരീയമായി ധരിച്ചും മാറിൽ പ്രകാശിക്കുന്ന ശ്രീവത്സം എന്ന മറുവിനോടും വനമാലയോടും കൂടിയും അതിപ്രഭയുമുള്ള കിരീടം, കുണ്ടലങ്ങൾ, കൈവളകൾ, അരഞ്ഞാൺ, മുത്തുമാലകൾ, തോൾവളകൾ, പാദസരങ്ങൾ മുതലായ ആഭരണങ്ങൾ അതത് അവയവങ്ങളെ അലങ്കരിച്ചും തേജോമയനായി പ്രത്യക്ഷനായിരിക്കുന്ന ആ പുരുഷോത്തമനെ ഋത്വിക്കുകൾ, സദസ്സിലുള്ളവർ, യജമാനനായ നാഭി മുതലായവർ, യജമാനൻ എന്ന് പറഞ്ഞാൽ വൺ ഹൂ സ്പെൻഡ് മണി ഫോർ ദാറ്റ്, അതിദരിദ്രന്മാർ ഉത്തമനിധിയെ എന്ന പോലെ കണ്ട ഉടനെ ബഹുമാനപൂർവം അർഘ്യം സമർപ്പിച്ച് വിനയാധിക്യത്താൽ തല താഴ്ത്തി നമസ്കരിച്ച് സ്തുതിച്ചു. ഇതിൽ എത്ര ആൾക്കാർ ഭഗവാന്റെ സവിധത്ത് പോയി തല കുനിച്ച് തൊഴുന്നുണ്ട്? തല കുനിച്ച് തൊഴുതാലേ ഭഗവാന്റെ ആദരവിന് പാത്രീഭൂതരാവുള്ളൂ, ഭഗവാന്റെ ഭക്തിക്ക് പാത്രീഭൂതരാവുള്ളൂ. വിനയം നമ്മളിൽ ഉണ്ടായിരിക്കണം. പ്രമോഷയോ? അപ്പോൾ പിന്നെ ഋത്വിജ ഊജുഹു 4-ാമത്തെ ശ്ലോകം. അർഹസി മുഹുർ അർഹത്തന്മാർഹണം അസ്മാകം അനുപധാനാം നമോ നമ ഇത്യേതാവൽ സതുപശിക്ഷിതം കോ അർഹതി പുമാൻ പ്രകൃതി ഗുണവ്യതികരം അദീ അനീശ ഈശ്വരസ്യ പരസ്യ പ്രകൃതി പുരുഷയോ അർവാക്തനാഭിർനാമരൂപകൃതിഭി രൂപനിരൂപണം. ഹേ മഹാപൂജ്യ, ഭൃത്യന്മാരായ ഞങ്ങളുടെ പൂജയെ, അപ്പം നമ്മളും ഭഗവാനും കൂടിയിട്ട് ഭഗവാൻ പ്രഭുവാണെന്നും നമ്മൾ ഭഗവാന് ഭൃത്യന്മാരാണെന്നുള്ള ബോധം വേണം. അത് ടാറ്റ, ബിർള ആരായാലും ശരി, എത്ര ഉന്നതനാണെങ്കിലും ശരി. അപ്പോൾ എന്നാൽ മാത്രമേ, അപ്പോൾ പറയണു, ഞങ്ങളുടെ പൂജയെ സ്വയമേവ സ്വീകരിപ്പാൻ അങ്ങ് അർഹനാകുന്നു. നമസ്കാരം നമസ്കാരം എന്നിത്രയാണ് സത്തുക്കൾ ഞങ്ങളെ അഭ്യസിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വിവരമുള്ളവരിൽ നിന്ന് കേട്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടായിരിക്കണം. എന്നിട്ട് എന്ത് വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രകൃതി ഗുണങ്ങളുടെ സമ്മേളനത്തിൽ മനസ്സോടുകൂടിയ അസമർത്ഥനായ, പ്രകൃതി ഗുണങ്ങളോടുകൂടി തമോ ഗുണം കൊണ്ടോ രജോ ഗുണം കൊണ്ടോ പൂജിച്ചാൽ അതിനെന്താ പറയുക? അസമർത്ഥൻ എന്നാ പറയുക. അസമർത്ഥനായ ഏതൊരു പുരുഷൻ പ്രകൃതി പുരുഷന്മാരിൽ നിന്നും പരനായിരിക്കുന്ന ഈശ്വരൻ്റെ പ്രകൃതിയിലുള്ളവരുടെ നിയാമകനും നിയന്താവുമായിട്ടുള്ള ഈശ്വരനാണ് അവരവരുടെ ഹൃദയഗഹ്വരത്തിൽ വിരാജിക്കണത് എന്ന ധാരണ ഇല്ലാണ്ടായാലും പ്രാർത്ഥന അല്ലെങ്കിൽ സ്തുതി വേണ്ട പോലെ ആവില്ല. അപ്പോൾ ഈശ്വരൻ്റെ രൂപനിരൂപണത്തെ പിമ്പുണ്ടായിരുന്ന നാമരൂപാകൃതികളെ കൊണ്ട് ചെയ്യുവാൻ അർഹിക്കുന്നു. ഓരോ ശ്ലോകത്തിലും പറഞ്ഞിട്ടുള്ള വിധത്തിൽ ഭജിക്കാനാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെ? ഋത്വിക്കുകൾ പറഞ്ഞു, ഹേ പൂജന്മാരിൽ വെച്ചും പൂജ്യനായവനെ. പിന്നെ പറഞ്ഞു, സർവസമ്പത് പരിപൂർണനാകുന്ന നിന്തിരുവടി എന്നാലും ആശ്രിതന്മാരായ ഞങ്ങൾ സമർപ്പിക്കുന്ന പൂജയെ സ്വയമേവ സ്വീകരിപ്പാൻ അങ്ങ് അർഹനാകുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിപ്പാൻ ശക്തരല്ല. അങ്ങയുടെ രൂപം ദുർജ്ഞേയമായതിനാൽ നമസ്കാരം. ദുർജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിവാൻ സാധിക്കാത്ത അത്ര മഹത്താണെന്നാണ് പറഞ്ഞത്.
എന്ന് പറവാൻ മാത്രമേ സത്തുക്കൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടെന്നാൽ പ്രകൃതി പുരുഷന്മാരെ അതിക്രമിച്ചിരിക്കുന്ന സർവേശ്വരനായ ഇന്ദ്രുവടിയെ അനന്തരം ഉണ്ടായിട്ടുള്ള നാമരൂപാകൃതി വിശേഷങ്ങൾ കൊണ്ട് നിർണയിച്ച് പറവാൻ പ്രകൃതികാര്യമായ പ്രപഞ്ചത്തിൽ മാത്രം മനസ്സ് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അസമർത്ഥനായിരിക്കുന്ന, എന്തുകൊണ്ടാണ് അസമർത്ഥനായത്? ലൗകിക ചിന്തയിൽ കൂടുതൽ പ്രാവീണ്യം നേടിയവർക്ക് ആത്മീയ നിർവൃത്തി കിട്ടില്ല എന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞു. അതാണ് പ്രശ്നം. എന്നിട്ട് ഏതൊരുവനെങ്കിലും ശക്തനാകുമോ? നാമം, രൂപം, ആകൃതി എന്നിവ പ്രകൃതി കാര്യങ്ങളാകുന്നു. നിന്തുരുവടിയാകട്ടെ പ്രകൃതിയെ അതിക്രമിച്ചിരിക്കുന്നതിനാൽ നാമരൂപ വിവർജിതനാണ്. അങ്ങ് നിന്തുരുവടിയാകട്ടെ പ്രകൃതിയെ അതിക്രമിച്ചിരിക്കുന്നവൻ. പ്രപഞ്ചത്തിൽ മാത്രം മനസ്സിനെ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മനോവ്യാപാരവും വാഗ്വ്യാപാരവും, ഇതാണ് പ്രശ്നം. അപ്പോൾ ഈ ക്യൂവിൽ നിൽക്കുന്നവരൊക്കെ ആരാ? ഭഗവാനെ സ്തുതിക്കുന്നവരല്ല. ഭഗവാനെ സ്തുതിക്കുകയാണെങ്കിൽ വീട്ടിലിരുന്ന് സ്തുതിച്ചാൽ മതിയല്ലോ. എന്തോ വിശേഷപ്പെട്ടത് അവിടുന്ന് ലോണ് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതല്ല സത്യം, കിട്ടില്ല. ഇവിടെ ഈ ശ്ലോകം അതാ പറഞ്ഞത്. അപ്പോൾ മനുഷ്യരുടെ മനോവ്യാപാരവും വാഗ്വ്യാപാരവും പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളെ മാത്രം സ്പർശിക്കുന്നതല്ലാതെ പ്രപഞ്ചാതീതനും സർവന്തര്യാമിയുമായ നിന്തുരുവടിയുടെ രൂപത്തെ സ്പർശിക്കുകയില്ല. അതിനാൽ അങ്ങയുടെ മഹിമ ഇന്ന വിധമാണെന്ന് അവർ എങ്ങനെ അറിയും? അതിനാൽ അങ്ങയെ സ്തുതിപ്പാൻ സാമർഥ്യം ഞങ്ങൾക്ക് ഇല്ല എന്ന് സാരം. വളരെ ഗഹനമായിട്ട് മനസ്സിലാക്കൂ. ഇനി 5-ാമത്തെ ശ്ലോകം പറയണു. സകല ജനനികായ വിരചിന നിരസന ശിവതമ പ്രവര ഗുണഗണേക ഏകദേശഗതാനാം ഹൃദേ സമസ്ത ജനസമൂഹം പാപം നശിപ്പിക്കൽ അത്യന്തം മംഗളം അതിശ്രേഷ്ഠം. ഗുണഗണങ്ങളുടെ ഏകദേശത്തെ പറയുക ഒഴികെ ഹൃദേ എന്നാണ്. ഹൃദേ അതായത് സകല ജനനികായ വൃജിന നിരസ നശിവതമ പ്രവര ഗുണഗണേ ഏകദേശകഥനാത് ഹൃദേ എന്നാ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു പിന്നെ അതിൻ്റെ ഭാവാർത്ഥം, സകല ജനങ്ങളുടെയും പാപങ്ങളെ തീർക്കുവാൻ തക്കവിധം അത്യന്തം പരിശുദ്ധങ്ങളും അത്യുത്കൃഷ്ടങ്ങളുമായ അനന്തഗുണങ്ങളുടെ ഏകദേശത്തെപ്പറ്റി പറയുക എന്ന് മാത്രമല്ലാതെ മറ്റൊന്നിനും ശക്തി ഞങ്ങൾക്കില്ല. ഞാൻ ബൂസ്റ്റ് കഴിച്ച ശക്തിമാനാണ്, സിക്സർ അടിക്കുന്നുള്ളത് ടി വിയിൽ പരസ്യം മാത്രമേ ഉള്ളൂ. അത് മാത്രം കഴിച്ചതുകൊണ്ടായില്ല. മനോബലം വേണമെന്നുണ്ടെങ്കിൽ ഹൃദയപത്മത്തിലിരിക്കുന്ന ശ്രീനിവാസൻ്റെ അനുഗ്രഹാശസ്സുകൾ നമുക്ക് വേണം. ഇനി 6-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. പരിജന അനുരാഗ വിരചിത ശബള സംശബ്ദ സലില സിതകിസലയാ തുളസിക ദുർവാങ്കുരൈരവി സംഭൃതയാ സപര്യയാ കില പരമ പരിതുഷ്ടസി. ആരാണ് പരിതുഷ്ടസി ആവണത് എന്ന് പറയണ്ടേ? ഭൃത്യജനങ്ങളുടെ പരമസ്നേഹം ചെയ്യപ്പെട്ടത് ഇടറിയ അക്ഷരങ്ങളോടുകൂടിയ സ്തുതിവചന ശബ്ദം, ജലം, കോമളങ്ങളായ പുഷ്പദളങ്ങൾ, യവങ്ങളുടെ മുള സമ്പാദിക്കപ്പെട്ടത്, ഇതിനെ കൊണ്ട് ചെയ്യുന്ന പൂജ കൊണ്ട് അങ്ങ് സന്തോഷിക്കുന്നു എന്നർത്ഥമായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? ഹേ പരിപൂർണ സ്വരൂപ. ഭഗവാൻ ആരാണ്? പരിപൂർണ സ്വരൂപ. നിന്തുരുവടി ഭൃത്യന്മാർ പരമഭക്തിയോടുകൂടി ചെയ്യുന്ന സ്ഖലിതാക്ഷരങ്ങൾ അടങ്ങിയ സ്തുതിവചനങ്ങളുടെ ശബ്ദത്താലും അവർ സമർപ്പിക്കുന്ന ജലം, പത്രം, തുളസി, ദുർവ, അങ്കുരം, യവാങ്കുരം, അതായത് ഗോതമ്പ് മുളപ്പിച്ചതെന്നൊക്കെ പറയും. പിന്നെ അതായത് അതേമാതിരി ദർഭ ഒക്കെ ഉണ്ട് അതിൽ.
എന്നിവയോടുകൂടിയ പൂജയാലും ഏറ്റവും സന്തോഷിക്കുന്നു എന്നത് അങ്ങയുടെ സ്വഭാവമാകുന്നു. വളരെ ചെറിയ രീതിയിലുള്ള പൂജയാണ് ഭഗവാൻ വലിയ രീതിയിൽ സ്വീകരിക്കുക. വലിയ രീതിയിലുള്ള പൂജ ഭഗവാൻ സ്വീകരിക്കണില്ല. കാരണം എന്താ? അതിൽ മായം ചേരും. അതാ പറഞ്ഞതിന് താല്പര്യം. ഇനി ഏഴാമത്തത്, അത് കുറച്ച് ചെറിയ ശ്ലോകമാണ്, നോക്കിക്കോളൂ. അധ അനയാഭിനഭവത ഇജ്ജയോരു ഭാരഭരയാ സമുചിതം അമർത്ഥം ഇഹോ ഉപലഭാമഹേ. അതായത് പിന്നെ ബഹുസംഭാരങ്ങളാൽ സമ്പാദിക്കപ്പെട്ട ഈ പൂജ കൊണ്ടും ഭവാന് മതിയായ പ്രയോജനത്തെ ഇവിടെ ഞങ്ങൾ കാണുന്നില്ല. സത്യം പറയട്ടെ, ഭഗവാൻ എൻ്റെ വായയിൽ തിരികെ തന്നു. എന്താ? ലളിതമായ ഹൃദ്യസ്ഥമായ പൂജ കൊണ്ട് ഭഗവാൻ സന്തോഷിക്കും. വളരെയധികം ചെലവ് കൂടിയ പൂജകളെ കൊണ്ട് ഭഗവാൻ സന്തോഷിക്കില്ല എന്നുള്ളത് ഞാൻ ഈ വരാൻ പോകുന്ന ശ്ലോകം മനസ്സിലാക്കിയിട്ടല്ല പറഞ്ഞത്. വായിച്ച് പരിചയമുള്ളത് കൊണ്ടും ഈ പ്രായത്തിൽ കണ്ടുവന്നിട്ടുള്ള അനുഭവങ്ങളെ കൊണ്ടും. എന്താ അങ്ങനെ പറയാൻ കാരണം? ലക്ഷങ്ങൾ ചെലവഴിച്ച് പൂജ ചെയ്ത ആൾക്കാരൊക്കെ തകർന്നടിഞ്ഞിട്ടേ ഉള്ളൂ. ശുദ്ധ മനസ്സില്ല എന്നർത്ഥം. ശുദ്ധ മനസ്സ് വരണമെങ്കിൽ എങ്ങനെ വേണം? ചെറിയൊരു ദാരിദ്ര്യമൊക്കെ വേണം. അപ്പോഴാണ് ഭഗവാൻ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അത്രയേ ഉള്ളൂ, ട്രൈ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഏഴാമത്തെ ശ്ലോകത്തിന് പരമപ്രേമ പരിശുദ്ധമല്ലാതിരിക്കുന്ന പക്ഷം. അപ്പോൾ കൂടുതൽ കാശൊക്കെ ഇപ്പോൾ അംബാനിയൊക്കെ ഗുരുവായൂർക്ക് വരുമ്പോൾ ഭക്തി ഉണ്ടായിട്ടാണോ? അല്ല, നിവൃത്തികേടുണ്ട്. എങ്ങനെയെങ്കിലും കാശ് അർപ്പിച്ച് കാണണമെന്ന് പറഞ്ഞിട്ട് അപ്പോഴെങ്കിലും ഒരു വലിയൊരു കടലാസ് കൊടുക്കും. എന്താ? ഞങ്ങൾക്ക് അത്ര വലിയ ലീഫുള്ളൊരു ഫാന് വേണം. കോടാനുകോടി രൂപ പൊതുജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ചിട്ടുള്ളവരോട് പറയാണ്, വളരെ നീണ്ട ലീഫോട് കൂടിയുള്ളൊരു ഫാൻ. എന്നിട്ട് അവിടെ അങ്ങനെ കടന്ന് തിരിയുണ്ടല്ലോ. അതല്ല ഭക്തി. ഭക്തി വലത് കൈ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ ഇടത് കൈ അറിയരുതെന്നാ. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്നവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീടും കക്കൂസും കുളിമുറി ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് കുട്ടികൾക്ക് പഠിക്കാൻ കറണ്ട് എത്തിക്കുക. അവർക്ക് പട്ടിണി കിടക്കാതെ ഇരിക്കാനുള്ള റേഷനിങ് സമ്പ്രദായം ശരിയാക്കുക. അത്രയ്ക്കേ വേണ്ടൂ. എന്നാൽ എല്ലാവരും ഒന്നിനോടൊന്ന് മെച്ചമായിട്ട് വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, പരമപ്രേമ വിശുദ്ധമല്ലാതിരിക്കുന്ന പക്ഷം അനേക സാധനങ്ങൾ സമ്പാദിച്ചും കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന പൂജയാലും. അപ്പോൾ ഇവിടെ ഈ 1008 നാളികേരം കൊണ്ടുണ്ടാവുന്ന കർക്കിടക മാസത്തിലെ അതിഗഹനമായിട്ടുള്ള അഷ്ടദ്രവ്യ ഗണപതി ഹോമമൊന്നും കാര്യത്തിലേക്ക് വരുന്നില്ല. കാരണം എന്താ? ശ്രദ്ധ ഉണ്ടാവില്ല. നാളികേരം ചെയ്യുന്നതിനും മരക്കഷ്ണങ്ങൾ സമ്പാദിക്കുന്നതിനൊക്കെ പ്രവർത്തനം കേട്ടോ. അപ്പോൾ വലിയ രീതിയിൽ എന്തായാണെങ്കിലും ഇപ്പോൾ ഈ തിരുവാറന്മുള വള്ളംകളിനെ പറ്റി എനിക്ക് വലിയ അഭിപ്രായമില്ല. കാരണം എന്താ? ഈ 64 തരം കറികൾ വിളമ്പി നിങ്ങൾ ആരേനെ സ്വീകരിക്കുന്നത്? ഈ തോണി തുഴഞ്ഞു വന്ന ആൾക്കാർ. അവരുടെ ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൽ പല പോരായ്മകളും കാണും. അപ്പോൾ ഒരു നേരത്തെ കഞ്ഞിയും ചമ്മന്തിയും കിട്ടിയാൽ വിതുരരെ പോലെയുള്ള ശ്രീകൃഷ്ണ ഭക്തന്മാർ പുറത്ത് നിൽക്കുന്നുണ്ടാവും. അവർക്ക് സ്വപ്നം കാണാൻ പറ്റില്ല അത്. അപ്പോൾ അവരെ കുചേലനെ പോലെ നേർമയുള്ള മനസ്സിൻ്റെ ഉടമകളാണെന്ന് വിചാരിച്ച് നമ്മൾ അവർക്ക് ഒരു നേരത്തെ ആഹാരം ഓഫർ ചെയ്ത് നോക്കൂ. അനന്ത ഫലമാണ് അതിൽ നിന്ന് കിട്ടുക. മനസ്സിലായില്ലേ?
അപ്പോൾ പിന്നെ പറഞ്ഞു അടുത്ത ശ്ലോകം. ആത്മനയേവാനുസവനം അഞ്ജസ അവ്യതിരികേണ ഭൂയമാന ശേഷ പുരുഷാർത്ഥസ്വരൂപസ്യ കിന്തു നാഥ ആശിഷ ആശാസാനാം ഏതൽ അഭിസംരാധനമാത്രം ഭവിതുമർഹതി. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം എന്താ? പരമാർത്ഥത്തിൽ അഞ്ജസ, പരമാർത്ഥത്തിൽ മറവ് കൂടാതെ എപ്പോഴും ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന സമസ്ത പുരുഷാർത്ഥങ്ങളുടെയും നിദാനമായ ആത്മാവിൽ നിന്നു തന്നെ. അപ്പോൾ ഈ ആത്മാവ് എവിടെയാ? അവരവരുടെ ഉള്ളിലല്ലേ. അപ്പോൾ ഈ ക്യൂ നിന്നിട്ട് എന്താ കാര്യം? അപ്പോൾ ആത്മാവിൽ നിന്നാണ് മനോബലം കിട്ടണത്. 5 സ്റ്റാർ എന്നല്ല, ചോക്ലേറ്റ് എന്നല്ല, ബൂസ്റ്റ് എന്നല്ല, ഹോർലിക്സ് എന്നല്ല, അല്ലെങ്കിൽ തെങ്ങിൻ പൂക്കലെന്നല്ല, പൂക്കല തൈലത്തെന്നല്ല. പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും. ആത്മബലം കിട്ടണത് ആത്മാവിനെ അറിയും തോറും സർവേശ്വരനാണ് ആത്മാവായിട്ട് ഇരിക്കണത് എന്നുള്ള അറിവ് തന്നെ വേണ്ടേ? അതുകൊണ്ടാണ് പറഞ്ഞത്, ആത്മാവിൽ നിന്നു തന്നെ വരങ്ങളെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എന്താ പറയുക, ആദരപൂർവകമായ പൂജ മാത്രമായിട്ട് ഭവിപ്പാൻ യോഗ്യമാകുന്നു. ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് ആത്മാവിൻ്റെ പ്രതിരൂപമാണ് ഞാൻ പൂജിക്കുന്ന വിഗ്രഹം എന്ന് മനസ്സിലാക്കിയാൽ തൻ്റെ ആത്മാവാണ് നമുക്ക് വരം തരണത്. എന്ന് പറഞ്ഞാൽ വേണ്ടത് തോന്നിപ്പിക്കണതാരാ? സമസ്ത ഹൃദയങ്ങളിലും കുടികൊള്ളുന്ന വാസുദേവ ചൈതന്യം. അതിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്നെപ്പോലെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്തം. അത് ഞാൻ ചെയ്യുന്നുണ്ടേ. അപ്പോൾ എന്താ മനോരമയും മാതൃഭൂമിയും സ്റ്റേജ് ഉണ്ടാക്കി തരേണ്ട എനിക്ക് ആവശ്യമില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ 4 പുസ്തകങ്ങളൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ വെച്ച് ചെയ്താൽ തന്നെ എത്തേണ്ടവർക്ക് എത്തുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ എൻ്റെ ഹൃദയപത്മത്തിലുള്ള ഭഗവാൻ അത് മനസ്സിലാക്കി എന്നെ സംരക്ഷിക്കുന്നുണ്ട്. അതിലും ഇത് എനിക്കെന്ത് വേണം? ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? എന്താ? സകല പുരുഷാർത്ഥങ്ങളുടെയും പരമാർത്ഥമായ വാസസ്ഥാനം നിന്തിരുവടിയാകുന്നു. നിന്തിരുവടിയോ ആത്മാവാകുന്നു അല്ലേ? അപ്പം നിന്തിരുവടി എന്ന് പറഞ്ഞാൽ ആത്മാവ് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവ് നിരന്തരം അഭിന്നഭാവം ഉണ്ടാവാൻ പാടില്ല. വർദ്ധിച്ചു വരുന്ന പുരുഷാർത്ഥങ്ങളുടെ നിദാനമായ ആത്മാവിൽ നിന്ന്, നിന്തിരുവടിയിൽ നിന്ന് വരങ്ങളെ ആഗ്രഹിക്കുന്ന ഞങ്ങൾ അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഈ വിധം പൂജിക്കുന്നതായിട്ട് മാത്രമേ ഇതിനെപ്പറ്റി വിചാരിപ്പാനുള്ളൂ. അങ്ങയുടെ പ്രയോജനത്തിനായിട്ടല്ല ഞങ്ങളുടെ പൂജ. സ്വാമിയിൽ നിന്ന് അനുഗ്രഹം ആഗ്രഹിക്കുന്ന ഭൃത്യജനം സ്വാമിയുടെ മുമ്പാകെ സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യത്തിൻ്റെ സ്ഥാനത്തിൽ ഈ പൂജാദ്രവ്യങ്ങളെ സമർപ്പിക്കുന്നുവെന്ന് മാത്രം. അങ്ങക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നത് കൊണ്ട് ഒരു ഉപകാരമില്ല ഇല്ലേ? ഇപ്പോൾ ഗുരുവായൂരുടെ ഓണം ഉത്രാടത്തിന് കാഴ്ചക്കൊലകൾ, അത് പലവരും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വേണമെങ്കിൽ ഇസ്കി എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അവനവരുടെ ആൾക്കാർക്ക് തുച്ഛമായ വിലയ്ക്ക് ഓപ്ഷൻ കൊടുക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. വിലപ്പെട്ടതൊക്കെ അങ്ങനെയാണ്. വിലപ്പെടാത്തതൊക്കെ നല്ല വിലയ്ക്ക് ഇവർ സാധുക്കളായിട്ടുള്ള അല്ലെങ്കിൽ വിവരദോഷികളായിട്ടുള്ള ഭക്തന്മാരുടെ തലയിലിടുകയും ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ലോകാസമസ്ത സുഖിനോഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.